ദേശപരദേവതയും അനുഗ്രഹപ്രദായിനിയുമായ ബാലഭദ്ര കുടികൊള്ളുന്ന മണക്കനാട് ഗാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂര ഉത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാവും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. പൊങ്കാല, ദേശവിളക്ക്, ദേശവഴി എഴുന്നള്ളത്ത്, കുംഭകുടം തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഇത്തവണ ഉത്സവത്തോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. കെ രാമൻ നമ്പൂതിരി പ്രസിഡന്റും കുമാരൻ ഒഴുക്കാത്തൊട്ടിയിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റും KN രാമൻ നമ്പൂതിരി സെക്രട്ടറിയും ശ്രീകുമാർ കൊട്ടുപള്ളിയിൽ ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുള്ള സമിതിയാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വെള്ളിയാഴ്ച രാവിലെ പള്ളിയുണർത്തലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. വൈകുന്നേരം 7:30 ചാക്യാർ കൂത്തും 7 ഭക്തി സംഗീത സന്ധ്യയും നടക്കും. രണ്ടാം ദിവസം രാവിലെ 9 പൊങ്കാല ആരംഭിക്കും. 11 പൊങ്കാല സമർപ്പണം. വൈകുന്നേരം 7 സുപ്രസിദ്ധ ചലച്ചിത്ര TV താരം സാഗർ ഷിയാസ് അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡും ഗാനമേളയും നടക്കും. സമാപന ദിവസമായ പൂരം നാളിൽ 9:30 ചിറയിൽ ഗണപതി ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുംഭകുട ഘോഷയാത്രയും തുടർന്ന് സമൂഹപ്പറയും. 10:30 കുംഭകുട അഭിഷേകം നടക്കും. 2 ദേശവഴി എഴുന്നള്ളത്തും സമൂഹപ്പറയും. പോക്കാട്, മൈലക്കൽ, നെടുമ്പാറ, പടിക്കുഴ ഭാഗങ്ങളിലാണ് പ്രധാനമായും ദേശവഴി എഴുന്നള്ളത്ത്. 4 ചെറുകുമ്പ് ഭാഗത്തേക്ക് ദേശവഴി എഴുന്നള്ളത്തും താലപ്പൊലിയും. 6:30 താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തും. തുടർന്ന് ദീപാരാധനയും ദീപക്കാഴ്ചയും നടക്കും. 9:30 ചിറയിൽ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കാവിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദേശവിളക്കും ദേശതാലപ്പൊലിയും. 12 ഗരുഡൻ വരവും ഗരുഡൻ തൂക്കവും. 7:30 ഓട്ടം തുള്ളലും. 8:30 നൃത്ത കലാസന്ധിയും നടക്കും. ഒരു ക്ഷേത്രത്തിലെ ഉത്സവം ആയില്യം മകം പൂരം ദിവസങ്ങളിലായിട്ട് 19, 20, 21 തീയതികളിലായി നടത്തപ്പെടുകയാണ്. പതിയൊരു കുറച്ചുകൂടി ഉഗ്രമായ പരിപാടികളാണ് തോന്നി ആവിഷ്കരിച്ചിട്ടുള്ളത്. ആയില്യ നാളിൽ കളമെഴുത്തും പാട്ടുണ്ട്. അതിനു പുറമെ വൈകിട്ട് ഒരു ചാക്യാർ കൂത്ത്, പിന്നെ ഒരു ഭക്തി ഗാന സന്ധ്യ. രണ്ടാം ദിവസം ആയ മകം എന്നാണ് ഇവിടുത്തെ പൊങ്കാലയും അതുപോലുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത്. വൈകിട്ട് കൊച്ചിൻ ഷിയാസും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് പരേഡും ഗാനമേളയും, തുടർന്ന് കാസർഗോഡ് നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന യക്ഷഗാനം എന്ന ക്ലാസിക്കൽ കലാരൂപത്തിൻ്റെ അവതരണം. 3-ാം ദിവസമാണ് പൂരം. അന്ന് രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം ഗണപതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ നിന്നും കുംഭകൂടം നിറച്ച് ഘോഷയാത്രയായി ഭഗവതി ക്ഷേത്രത്തിൽ വരുന്നു. തുടർന്ന് പ്രസാദത്തോടുകൂടി രാവിലത്തെ പരിപാടികൾ സമാപിക്കും. വൈകിട്ട് ദേശതാലപ്പൊലിയും ദേശവിളക്കും ഊരുവര എന്നുള്ള ചടങ്ങ്, സമൂഹപ്പറകൾ ഓരോ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് സമൂഹപ്പറയെടുക്കുന്ന ചടങ്ങ്. രാത്രിയിൽ ഒരു ഓട്ടംതുള്ളൽ, കൊച്ചുകുട്ടികളുടെ ഡാൻസ്, പിന്നെ ക്ഷേത്ര അനുഷ്ഠാന കലയായ ഗരുഡൻ തൂക്കം. ഇത്രയുമാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടിയിൽ പറ്റിയിട്ടുള്ളത്.